യൂത്ത് കോൺഗ്രസ് നേതാവ് കൊഞ്ചിറവിള അനന്തുവിനെ അരുംകൊല ചെയ്ത സംഭവത്തിൽ വൻ പോലീസ് വീഴ്ചയെന്ന് കുടുംബം ആരോപിക്കുന്നു. ക്രിമിനൽ സംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ട ശേഷമുള്ള വിലപ്പെട്ട മണിക്കൂറുകൾ പോലീസ് പാഴാക്കി കളഞ്ഞു. പരാതി ലഭിച്ച ശേഷവും പോലീസ് അനങ്ങിയില്ല. തട്ടിക്കൊണ്ടുപോകലിന് പ്രാദേശിക സഹായവും ലഭിച്ചു. കുടുംബത്തിന്റെ ആരോപണം ശരിവെച്ച് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും. സംഭവത്തിൽ ഒരു മാസത്തിനുള്ളിൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകണം. തിരുവനന്തപുരത്തെ നടുക്കിയ കൊഞ്ചിറവിള അനന്തുവിന്റെ കൊലപാതകത്തിൽ പോലീസിന് വൻ വീഴ്ച സംഭവിച്ചു എന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ക്രിമിനൽ സംഘത്തിന്റെ പിടിയിൽപ്പെട്ട് മകൻ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് പരാതി നൽകിയെങ്കിലും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല എന്ന് കുടുംബം കുറ്റപ്പെടുത്തി. അനന്തുവിന്റെ മരണത്തിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. യൂത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നതിനാൽ പോലീസ് ഇതിൽ രാഷ്ട്രീയം കളിച്ചോ എന്ന സംശയവുമുണ്ട്. CPM ബന്ധമുള്ളവർ എതിർചേരിയിലുള്ളതിനാലാണ് പോലീസ് അനങ്ങാതിരുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു. അനന്തുവിന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പോലീസ് ആ സമയത്ത് തന്നെ പരാതി ഒരു 15 മിനിറ്റ് പരാതി കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ തന്നെ പോലീസ് അവിടെ വന്നു ദൃക്സാക്ഷികൾ ചോദിക്കുന്നു. പക്ഷേ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടു നിങ്ങൾ ആ CCTV പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ CCTV പരിശോധിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതൊരു പോലീസിൻ്റെ വീഴ്ചയാണ്. വീട്ടിൽ നമ്മളത് കാണും. CCTV ആ സമയത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഇത് ഇവരെ യഥാർത്ഥ കടത്തിക്കൊണ്ട് പോയവരാരാണെന്ന് എന്ന് നമുക്ക് അറിയാം. കാര്യം ഈ ഉത്സവ സംബന്ധമുണ്ടായ അടിയുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് നമ്മൾ സംശയിച്ചത്. അത് അവർ തന്നെയാണ് പ്രതികളെങ്കിലും പക്ഷേ ഇത് കടത്തിക്കൊണ്ട് പോയത് അവരല്ലായിരുന്നു. മുട്ടമൂട് ഷാജി ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ കണ്ണൻ എന്ന് പറയുന്ന ആളുടെ മകൻ ബാലു എന്ന് വിളിക്കുന്ന പയ്യനാണ് കടത്തിക്കൊണ്ടുപോയെന്നാണ് ഇപ്പം കിട്ടുന്ന വിവരം. അപ്പോൾ അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡി ഉണ്ട്. പക്ഷേ ഇത് അന്ന് CCTV നോക്കിയിരുന്നെങ്കിൽ ഇവരുടെ ക്യാമ്പുകൾ നമുക്ക് റൈഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പോലീസ് രാത്രി 3-4 മണി വരെ നോക്കിയെന്ന് പറയുമെങ്കിലും ഈ പർപ്പസ് സ്ഥലത്ത് ഈ സംഭവം നടന്ന സ്ഥലത്ത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സ്ഥലത്ത് ഇവർ സ്ഥിരമായി ക്യാമ്പ് ചെയ്യുന്ന ആളുകളാണ്. ഈ സംഭവത്തിനും വൈകുന്നേരം 4:00 അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റഡി എടുത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അതിനു മുമ്പ് 1.5 മണിക്ക് അവിടെ അവർ ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ചാനലുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവരുടെ ഒരു സ്ഥിരം ക്യാമ്പാണ്. അപ്പോൾ ആ ക്യാമ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിൻ്റെ വീഴ്ചയാണ്. ഒരു സംഘം തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തെപ്പറ്റി കൃത്യമായ വിവരം നമ്മൾ കൊടുക്കുന്നു. ആ വിവരം കിട്ടിയവർ എവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ ലാഘവ ബുദ്ധിയോടെയുള്ള ഈ സമീപനത്തെ തന്നെയാണ് കുടുംബവും കുറ്റപ്പെടുത്തുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ കരമന തളിയലിൽ നിന്ന് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞപ്പോൾ വൈകിട്ട് 5 മണിയോടെ കരമന പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ അനന്തുവിന്റെ ജീവൻ രക്ഷിക്കേണ്ട നിർണായക മണിക്കൂറുകൾ പോലീസ് കളഞ്ഞുകുളിച്ചു. കൗമാരക്കാരനായ അനന്തു ക്രിമിനൽ സംഘത്തിന്റെ പിടിയിൽപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും പോലീസ് ലാഘവത്തോടെ പെരുമാറി. വൈകിട്ട് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം പിറ്റേന്ന് രാവിലെ 10 മണിയോടെ അനന്തുവിന്റെ മൃതദേഹം കണ്ടുകിട്ടുന്ന സമയം വരെ പോലീസ് എന്തു ചെയ്തു എന്ന് അനന്തുവിന്റെ അച്ഛൻ ഗിരീശൻ ചോദിക്കുന്നു. അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത് കരമന പോലീസ് സ്റ്റേഷന് തൊട്ടു മുന്നിലുള്ള തമ്പുരാൻ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചാണ്. അനന്തുവിന്റെ മൃതദേഹം കണ്ടുകിട്ടുന്നത് കരമന പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തു തന്നെയുള്ള കൈമനം ജംഗ്ഷന് സമീപത്തും. വൈകിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഉണർന്നു പ്രവർത്തിച്ചില്ല. വിലപ്പെട്ട 15 മണിക്കൂറുകളാണ് പോലീസ് പാഴാക്കി കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും പോലീസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും ഗിരീശൻ പറഞ്ഞു. കരമന തളിയൽ അരശുമൂട്ടിൽ നിന്ന് അനന്തുവിനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പ്രാദേശിക സഹായം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയ ക്രിമിനൽ സംഘത്തിന് ലഭിച്ചിരിക്കാമെന്നും കുടുംബം സംശയിക്കുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രാദേശിക സഹായം ക്രിമിനൽ സംഘത്തിന് ലഭിച്ചു എന്ന് തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്ന വിവരങ്ങളും. അനന്തു ബൈക്കിൽ കയറാൻ മടിച്ചപ്പോൾ പ്രശ്നം മനസ്സിലാക്കിയ ചിലർ അനന്തുവിനു വേണ്ടി ഇടപെടാൻ ശ്രമിച്ചു. അപ്പോൾ പ്രദേശത്തുണ്ടായിരുന്ന ചിലർ അത് തടയുകയായിരുന്നു. അവർക്കൊപ്പം പോയില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിയാണ് അനന്തു അവരുടെ കൂടെ ബൈക്കിൽ കയറിയത്. ഇവനെ കാണാതായെന്ന് പറയുമ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ ഇവനെ ഫോണിൽ വിളിക്കുമ്പോൾ പറയുന്നത് ചേട്ടാ ഞാൻ ഉപദ്രവിച്ചില്ല, അവനെ ഞാൻ അടിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ അടിക്കരുത് എന്നാണ് പറയുന്നത്. ആ നിലവിളിയാണ് കേൾക്കുന്നത്. ആ നിലവിളി കേൾക്കുന്ന സമയത്ത് ആണ് ഇവനെ തട്ടിക്കൊണ്ടുപോയെന്ന് ഇവൻ്റെ കൂട്ടുകാർ മനസ്സിലാക്കി. അപ്പോൾ തന്നെ ബന്ധുക്കൾ വിവരം അറിയുകയും പോലീസ് സ്റ്റേഷനിൽ പോയി. അതെല്ലാം ഒരു 15-20 മിനിറ്റ് നടന്ന സംഭവങ്ങളാണ്. ഈ തട്ടിക്കൊണ്ടുപോയി 15 മിനിറ്റ് പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് FIR എടുത്ത രാത്രി 9 മണിക്ക് ശേഷമാണ്. സ്വാഭാവികമായി ഒരു പെറ്റീഷൻ വന്ന് അത് അന്വേഷിച്ചാണ് FIR എടുക്കുന്നതെന്നുള്ളത് കൊണ്ടാണ്
അങ്ങനെ സംഭവിച്ചു. 4:30 മണിക്ക് തട്ടിക്കൊണ്ടുപോയി 4:45 പരാതി കൊടുത്തിട്ടുണ്ട്. 4:45 പോലീസ് അവിടെ വന്ന് സ്പോട്ടിൽ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. കാര്യം പോലീസ് സ്റ്റേഷൻ ഇതുമായി 200 മീറ്റർ ദൂരമാണുള്ളത്. പോലീസ് സ്റ്റേഷനും ഈ തട്ടിക്കൊണ്ടുപോയ സ്ഥലവും തമ്മിൽ 200 മീറ്റർ ദൂരമാണുള്ളത്. നഗരമധ്യത്തിൽ ഇങ്ങനൊരു കാര്യം നടന്നിട്ട് പോലീസിന് കൃത്യമായി ആക്ട് ചെയ്യാൻ പറ്റിയോ എന്നുള്ള കാര്യത്തിൽ സംശയം. അതേസമയം പിടികൂടാനുള്ളവർ ചിലർ സംസ്ഥാനം വിട്ടതായി പോലീസ് സംശയിക്കുന്നുണ്ട്. അറസ്റ്റിലായവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചാണ് കൂട്ടുപ്രതികളെ പിടിക്കാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയിട്ടുള്ളത്. അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 10 പേർ ഉണ്ടായിരുന്നതായാണ് പോലീസ് അനുമാനം. തട്ടിക്കൊണ്ടുപോയവരുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ ശേഷം അനന്തുവിന്റെ മൃതദേഹം ഇന്നലെ കൈകാലുകൾ വെട്ടിയ നിലയിലാണ് നീറമൺകര BSNL ഓഫീസിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലെ പൊളിഞ്ഞ വീട്ടിൽ കണ്ടെത്തിയത്.